ഹലോ, ഗ്രാൻഡ് ഇടുക്കി യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് സബോള വെച്ചിട്ടൊരു വടയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയോ മൈദയോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോ ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു വലിയൊരു സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരെണ്ണം എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഇനി നമുക്ക് ലേശം ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്താണ് നമ്മളിത് ഒന്ന് കുഴച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്താണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാവേ. ഇനി നമ്മുടെ സോഡാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ലേശം സോഡാപ്പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. ഒരു 1/4 ടീസ്പൂണേ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ. അതും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഞാൻ വലിയൊരു 2 കറിവേപ്പിലേൻ്റെ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇല ഒരു വലുതായതുകൊണ്ട് ഒന്ന് ഞുറുക്കി നമുക്ക് ചേർക്കാം. അത്രയേ ഉള്ളൂ സംഭവം നമ്മുടെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സബോള വടയാണ് ഇത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഗോതമ്പ് പൊടി സബോള ഇട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പം 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ ഒന്നും കഴിക്കാനില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു പലഹാരമാണ്. ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ഇവിടെ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു മയം കിട്ടുള്ളൂ ഇത് വെച്ചാൽ. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഇതിനകത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്നുണ്ടേ. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് നമുക്കെടുത്ത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ തീ നല്ലോണം ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ പിന്നെ തീ കുറച്ച് കൊടുക്കുവാണേ. ഒത്തിരി വലുപ്പത്തിലൊന്നും ഞാനിവിടെ ഉണ്ടാക്കുന്നില്ല. വലിപ്പം കുറച്ചിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് ബാക്കി നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല നമ്മുടെ സബോളയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന വരെ നമുക്ക് സബോള നമ്മൾ വഴറ്റിയൊന്നും ഇടുന്നില്ലാത്തത് കൊണ്ട് അല്പം ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് തീ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നൊരു കളർ മാറി വരും. നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമ്മുടെ സബോള വട നമുക്ക് റെഡിയാക്കി എടുക്കണം. സബോള ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് വേഗം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ കളർ മാറി വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ അങ്ങനെ തന്നെ വന്നോളൂ. ഇങ്ങനെ കിടന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വട തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ കളർ മതിയാവും. ഇനി നമുക്കിത് എണ്ണയെ നമുക്ക് കോരിയെടുക്കാം. തീ അല്പം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് കോരിയെടുക്കാം. ഇതാ നമ്മുടെ മുരിഞ്ഞ നല്ല സൂപ്പറായിട്ടുള്ള സബോള വട റെഡിയായി കേട്ടോ. ഇനി ബാക്കി ഇങ്ങനെ ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇങ്ങനെ നമ്മൾ പരത്തി ഇടുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഒട്ടാൻ സാധ്യതയുണ്ടേ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയ്യിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകിയിട്ട് വേണം നമ്മൾ മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടാതിരിക്കും. ഇനി നമുക്ക് തിരിച്ച് മറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. ഒരുപാട് താമസം ഒന്നും വേണ്ടി വരികയില്ല. നല്ല സോഫ്റ്റുമാണേ അകമൊക്കെ.
നമുക്ക് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ സബോള വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.